പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിഷേധിച്ച 49 പ്രതിപക്ഷ എംപിമാരെ ലോക്സഭയിൽ നിന്നും ഇന്ന് സസ്പെൻഡ് ചെയ്തു. ഈ സമ്മേളന കാലയളവിൽ 141 എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷം വിട്ടുവീഴ്ചയില്ലാതെ പ്രതിഷേധവുമായി മുന്നോട്ടു പോവുകയാണ്. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും ലോക്സഭയിൽ കൂട്ട സസ്പെൻഷനുണ്ടായി. ശശി തരൂർ, അടൂർ പ്രകാശ്, അബ്ദുൾ സമദ് സമദാനി, മുഹമ്മദ് ഫൈസൽ എന്നിവരടക്കം 49 അംഗങ്ങളെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ സഭയിൽ അവതരിപ്പിച്ച ഈ ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുകയും ബില്ലുകളിൽ ഭേദഗതി നിർദ്ദേശിച്ചതിന് പിന്നാലെ 3 ബില്ലുകളും കേന്ദ്രം പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ഭരണപക്ഷം ബില്ലുകൾ വീണ്ടും സഭയിൽ അവതരിപ്പിച്ചത്. അതിനിടെ രാജ്യസഭയിൽ ദില്ലി സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ബിൽ പാസാക്കിയിട്ടുമുണ്ട്. പ്രതിപക്ഷത്തെ പോലും ഒഴിവാക്കി നിർണായക ബില്ലുകൾ പാസാക്കുന്ന സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാകും നാളെ സഭയിൽ ഉണ്ടാവുക. കൈരളി ന്യൂസ്, ദില്ലി.